നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് ഞെട്ടിപ്പിക്കുന്ന തീരുമാനവുമായി SDPI സ്ഥാനാർത്ഥിയെ നിർത്തും. ടോൾ പിരിവ് സമരത്തിൽ AKM അഷ്റഫ് MLA നടത്തുന്നത് രാഷ്ട്രീയ നാടകമെന്നും SDPI. ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഖിറാഅത്ത് മത്സരത്തിൽ കാസർഗോട്ടെ BM ഉമർ മുഖ്താറിന് 1ാം സ്ഥാനം. 2200ഓളം മത്സരാർത്ഥികളോട് മത്സരിച്ചാണ് ഉമർ ഉജ്ജ്വല വിജയം നേടിയത്. കാസർഗോഡ് എയിംസ് സ്ഥാപിക്കണമെന്ന ആവശ്യം എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ ശക്തമാക്കുന്നു. 2-3 തീയതികളിൽ വിപുലമായ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കും. പ്രകമ്പനം നിറഞ്ഞ സദസ്സിൽ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചു. ഗണപതിയും സാഗർ സൂര്യയും പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രത്തിൽ കാസർഗോട്ടെ കലാകാരന്മാരും അണിനിരക്കുന്നു. COA കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 15-16 തീയതികളിൽ കാസർഗോട്ട് നടക്കും. പോസ്റ്റർ പ്രകാശനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. പ്രവാസി കൂട്ടായ്മയായ ശക്തി UAE പാലക്കുന്നിൽ നിർമ്മിച്ച ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച. സിനിമാ താരം മീനാക്ഷി അനൂപ് ചടങ്ങിൽ അതിഥിയായി എത്തും. മുഹിമ്മത്ത് അഹ്ദൽ ഉറൂസ് സനദ് ദാന സമ്മേളനം ഹജ്ജ് ക്യാമ്പ് ശ്രദ്ധേയമായി. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥിയെ നിർത്തുവാൻ തീരുമാനം. ഇതോടെ മഞ്ചേശ്വരത്ത് പോരാട്ടം കടുക്കുമെന്ന് ഉറപ്പായി. AKM അഷ്റഫ് MLAക്കെതിരെയും SDPIയുടെ രൂക്ഷ വിമർശനം. മണ്ഡലത്തിൽ വികസനം എത്തിയിട്ടില്ല. ടോൾ പിരിവ് സമരത്തിൽ AKM അഷ്റഫ് MLA നടത്തുന്നത് രാഷ്ട്രീയ നാടകമാണെന്നും SDPI. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന പ്രധാന മണ്ഡലങ്ങളിലൊന്നാണ് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം. ഈ മണ്ഡലത്തിൽ മുസ്ലിം ലീഗും BJPയും നേർക്കുനേരുള്ള പോരാട്ടമാണ് നടക്കാറുള്ളത്. ഇത്തവണ ഇവിടെ SDPI കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ശക്തമായ ഒരു മത്സരമായിരിക്കും മഞ്ചേശ്വരം മണ്ഡലത്തിൽ നടക്കുക. SDPIയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ അഷ്റഫ് ബഡാജ് നമ്മോടൊപ്പമുണ്ട്. എങ്ങനെയാണ് ഇത്തവണത്തെ ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിങ്ങൾ നിർത്തുന്നുണ്ടോ ഇപ്രാവശ്യം? മഞ്ചേശ്വരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം മണ്ഡലം. മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഞങ്ങൾക്ക് 8 പഞ്ചായത്തുകളിലും ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയും അതുപോലെ തന്നെ 200-ലധികം ബൂത്ത് കമ്മിറ്റിയും ഒക്കെ ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം മണ്ഡലം. ആ മണ്ഡലത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഞങ്ങൾക്ക് വിജയസാധ്യത ഉള്ള ഒരു മണ്ഡലം കൂടിയാണ്. ഞങ്ങളത് ശരിക്കും ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾ കൃത്യമായി മഞ്ചേശ്വരം മണ്ഡലത്തിൽ ജനങ്ങളിടയിൽ ഞങ്ങൾ നിർണായക ശക്തിയാണ്. ഞങ്ങൾ ജനങ്ങളിടയിൽ ശക്തമായ പ്രവർത്തനവുമായി എല്ലാ വിഷയത്തിലും മഞ്ചേശ്വരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സജീവമാണ്. എന്നാൽ ഇത്തവണ അവർ മുസ്ലിം ലീഗ് AKM അഷ്റഫ് MLA തന്നെ നിർത്തുമെന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ SDPIയുടെ ഒരു സ്ഥാനാർത്ഥിത്വം എങ്ങനെയാണ്? അല്ല, മഞ്ചേശ്വരം മണ്ഡലത്തിൽ 2021 നാട്ടുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തോട് ഞങ്ങൾക്ക് എല്ലാവർക്കും മഞ്ചേശ്വരത്തിൻ്റെ ജനങ്ങൾക്കൊക്കെയും വലിയ ഒരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. നാടറിയുന്നവൻ, നാട്ടുകാരനാണ്, ഈ മഞ്ചേശ്വരത്ത് വളർന്ന ഒരാളാണ് എന്ന നിലയിലുള്ള ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. അതൊക്കെയും അദ്ദേഹം കാറ്റിൽ പറത്തുകയാണ്. അദ്ദേഹം ഞങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെ 10% പോലും അദ്ദേഹം പ്രവർത്തനം നടത്തിയില്ല എന്നതാണ്, വികസനം നടത്തിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ SDPI സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിലൂടെ ഈ BJPയെ സഹായിക്കുന്ന ഒരു നിലപാടായിരിക്കുന്നത്? അല്ല, ഇത് എന്തറിയോ, ഈ BJPയെ സഹായിക്കുന്നത് കാലങ്ങളായി കേൾക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങളെങ്ങനെയാണ് BJPയെ സഹായിക്കുന്നത്? BJP ഞങ്ങളെ രാഷ്ട്രീയ തലത്തിൽ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ഞങ്ങളെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലോ ഞങ്ങളെ ദേശീയ പ്രസിഡന്റ് അടക്കം ഇന്ന് ജയിലിലാണ്. 6 മാസത്തിലധികമായി ദേശീയ പ്രസിഡന്റ് അടക്കം ജയിലിലാണ്. ഞങ്ങളുടെ പല പ്രവർത്തകരും ഇന്ന് ജയിലിലാണ്, പല ലീഡേഴ്സും ഇന്ന് ജയിലിലാണ്. പിന്നെ ഞങ്ങളെങ്ങനെയാണ് BJPയെ സഹായിക്കുക അല്ലെങ്കിൽ BJP ഞങ്ങളെ സഹായിക്കുക എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് വെറും വിഡ്ഢിത്തരല്ലേ. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഏറ്റവും സ്വാധീനമുള്ള, കേരളത്തിൽ ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം മണ്ഡലം. ഞങ്ങൾക്ക് എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവിടൊക്കെയും ഞങ്ങൾ വലിയ വോട്ടുകൾ നേടിയിട്ടുണ്ട്. നിങ്ങളതൊന്ന് പരിശോധിച്ചാൽ മതി. ചെറിയ വോട്ടൊന്നുമല്ല. ബ്ലോക്ക് പഞ്ചായത്തിലായാലും ജില്ലാ പഞ്ചായത്തിലായാലും ഞങ്ങൾക്കൊക്കെ നല്ല സ്വാധീനം, ഞങ്ങൾ വാർഡുകളിലായാലും ഞങ്ങൾക്കൊക്കെ നല്ല സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ഞങ്ങൾ വിജയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്, അല്ലാതെ ഞങ്ങൾ പിന്നാരെയും സഹായിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ ശ്രമിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളവിടെ എല്ലാ രീതിയിലും സജ്ജമാണ്. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. പിന്നെ മഞ്ചേശ്വരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരിക്കലും എല്ലാവർക്കും ജനങ്ങൾക്ക് രാഷ്ട്രീയമുള്ള ഒരു ജനങ്ങളല്ല.
വെറും തുച്ഛമായ ആൾക്കാർ മാത്രമാണ്. മുസ്ലിം ലീഗിന് അവരുടെ പ്രവർത്തകർ, അവർക്ക് അംഗത്വമുള്ള പ്രവർത്തകർ എത്രയുണ്ടോ അത്രയും അംഗത്വമുള്ള പ്രവർത്തകർ SDP-ക്കുമുണ്ട്. അവിടെ ഒരു നിഷ്പക്ഷമായ ജനങ്ങളാണുള്ളത്. LDF-നുമല്ല, UDF-നുമല്ല, ആർക്കുമല്ലാതെ ഒരു നിഷ്പക്ഷമായ ജനങ്ങളുണ്ട്. ആ ജനങ്ങളാണ് അവിടെ തീരുമാനിക്കുന്നത് ആര് വിജയിക്കണം, ആര് പരാജയപ്പെടണം എന്നതിൻ്റെ യഥാർത്ഥ ഉദാഹരണമാണ് ഏറ്റവും കാസർഗോഡ് ജില്ലയിൽ തന്നെ മുൻ മന്ത്രിയൊക്കെ ആയിരുന്ന ശക്തനായ നേതാവ് ചെർക്കളം അബ്ദുള്ളയെ 2006 പരാജയപ്പെടുത്താൻ അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തീർച്ചയായും അവിടെ ഒരു BJP അല്ലാതെ ഒരു സംവിധാനം അല്ലെങ്കിൽ SDP അങ്ങനെ ഒരു മുമ്പോട്ട് വരികയാണെങ്കിൽ SDP-ക്ക് വിജയസാധ്യത 100% ഉറപ്പാണ്. എന്താണ് നിങ്ങളുടെ ഒരു വികസന മുദ്രാവാക്യം എന്നാണ് ഈ തെരഞ്ഞെടുപ്പ്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും പിന്നോക്കമുള്ള ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം മണ്ഡലം. ആ മണ്ഡലത്തിൽ നല്ല വികസനം കൊണ്ടുവരണം. ആ മണ്ഡലത്തിലെ എല്ലാ കാര്യത്തിലും ആ മണ്ഡലത്തിൽ പിന്നോട്ടാണ്. ഇനി ഒരു ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിലാണ്, ഒരു താലൂക്ക് ഹോസ്പിറ്റൽ പോലും നേരെയില്ല. ഒരു CSC ഹോസ്പിറ്റൽ ആണെങ്കിൽ 2 മണി വരെ, താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ വെച്ചിട്ടാണ് ഇത്രയും വലിയ മണ്ഡലം. അതുപോലും അവിടുത്തെ MLA ഞങ്ങൾ വിചാരിക്കുന്നത് ഇത് മംഗലാപുരം സ്വകാര്യ ഹോസ്പിറ്റലിനെ സഹായിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ടോൾ വിഷയം, നമ്മുടെ കുമ്പള ആരിക്കാടിയിലെ ടോൾ വിഷയം വലിയൊരു സജീവമായ ഒരു ചർച്ചയാണല്ലോ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു വിഷയം എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക? അല്ല, തീർച്ചയായിട്ടും ടോൾ വിഷയവുമായി 8 മാസം മുമ്പ് ആ ടോൾ അവിടെ വരുന്നു എന്നത് ഞങ്ങളാണ് ആദ്യം കൊണ്ടുവരുന്നത്. പത്രസമ്മേളനം വിളിച്ച് ഞങ്ങളിത് പറയുകയാണ്. അവിടെ MLA-യും MP-യും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെയും അത് മൂടി വെച്ചതാണ്. അപ്പോഴാണ് ഞങ്ങളിവിടെ കുമ്പളയിൽ ടോൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരു ജനകീയ മുന്നണി രൂപീകരിക്കാൻ വേണ്ടി ഞങ്ങൾ മുൻകൈ എടുത്തത്. ആ ജനകീയ മുന്നണി രൂപീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് അസ്വാഭാവികമായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ചില ആൾക്കാർ അവരെ ടോൾ കമ്പനിയെ സഹായിക്കുന്നു എന്നത് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ അന്ന് വിളിച്ചു പറയുന്നത് ഇത് ഇങ്ങനെയല്ല പോകേണ്ടത്, ഇതിൻ്റെ സമരങ്ങളുടെ രീതി മാറ്റണം. ടോൾ അവിടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ ടോൾ അവിടുന്ന് മാറ്റാൻ പറ്റില്ല. അത് തൽക്കാലം 2 കൊല്ലമോ 3 കൊല്ലമോ ഉണ്ട്. അതുകൊണ്ട് സമരത്തിൻ്റെ രീതി മാറ്റണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് ആക്ഷൻ കമ്മിറ്റിയിൽ നിരന്തരമായി അതിനെ അഭ്യർത്ഥിച്ചപ്പോൾ ഒരു 1500 ആളെ കൂട്ടിക്കൊണ്ട് നല്ല ഒരു പ്രതിഷേധം ഞങ്ങൾ സംഘടിപ്പിച്ചു. ആ സമരത്തെയും ഇവിടുത്തെ MLA അതിനെ പോലീസുകാരുമായി ഒത്തുചേർന്നുകൊണ്ട് ആ സമരം എന്തുമല്ലാത്ത രീതിയിലേക്കാക്കി. എന്നിട്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരിക്കലും അദ്ദേഹം വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ടോൾ പിരിവ് തുടങ്ങും. അദ്ദേഹം പ്രതീക്ഷിക്കാതെ ടോൾ പിരിവ് വന്നതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും ഒരു സമരത്തിലേക്ക് ഇറങ്ങി. അത് നിയമസഭ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇപ്പോൾ നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് നാടകം കളിക്കുന്നു എന്നതിൽ ഒരു സംശയമില്ല, 100%. അത് ഏത് അരിയാഹാരം കഴിക്കുന്ന ആൾക്കും അറിയാം ഇത് വെറും നാടകമാണ് എന്നതിൽ ഒരു സംശയവുമില്ല. എന്നാലും SDP-ഐ കൂടി സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുന്നതോടെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ തീപാറുന്ന പോരാട്ടമായിരിക്കും നടക്കുക. ക്യാമറാമാൻ ചേതൻ നായിക്കിനൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്. ഡോക്ടർ അബ്ദുൽ ഷക്കീൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഖിറാഅത്ത് മത്സരത്തിൽ കാസർഗോഡ് പട്ല മഷ്രിഖുൽ ഉലൂം വിദ്യാർത്ഥി BM ഉമർ മുഖ്താറിന് 1ാം സ്ഥാനം. മംഗലാപുരം ഇന്ത്യാന കൺവെൻഷൻ സെന്ററിൽ നടന്ന ഗ്രാൻഡ് ഫിനാലെയിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയ 2200ഓളം പേരോട് മത്സരിച്ചാണ് ഉമർ ഈ ഉജ്ജ്വല വിജയം നേടിയത്. യുവതലമുറയെ മയക്കുമരുന്നിന് അടിമപ്പെടുന്നതിൽ നിന്നും അകറ്റി വിശുദ്ധ ഖുർആനിന്റെ സന്ദേശത്തിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഡോക്ടർ അബ്ദുൾ ഷക്കീൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 10ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ദേശീയ തലത്തിൽ ഖിറാഅത്ത് മത്സരം സംഘടിപ്പിച്ചത്. മത്സരത്തിൽ കാസർഗോഡ് പട്ല മഷ്രിഖുൽ ഉലൂം വിദ്യാർത്ഥി BM ഉമർ മുഖ്താറിന് 1ാം സ്ഥാനം നേടി കാസർഗോഡിന്റെ അഭിമാനമായി. മംഗലാപുരം ഇന്ത്യാന കൺവെൻഷൻ സെന്ററിൽ നടന്ന ഗ്രാൻഡ് ഫിനാലെയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയ 2200ഓളം മത്സരാർത്ഥികളോട് മത്സരിച്ചാണ് ഉമർ ഈ ഉജ്ജ്വല വിജയം നേടിയത്. പ്രാഥമിക ഘട്ടത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മികച്ച 50 പേരിൽ നിന്നും പിന്നീട് ഫൈനലിലെത്തിയ 10 പേരിൽ നിന്നുമാണ് ഉമർ മുഖ്താർ പ്രഥമ സ്ഥാനത്തിന് അർഹനായത്. ഉമർ മുഖ്താർ BM കാസർഗോഡ്, ചെസ് നമ്പർ 48. Come. Take brother. Come on. ಅದನ್ನ ಮೊಟ್ಟುಗಳಿ ಸರ್. MC ಏನು ಗೂಸ್ ಬಂಪ್ಸ್ ಏನೂ ಇಲ್ವಾ? ಸೈಲೆಂಟ್ ಆಗಿದ್ದೀರಾ? ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് വിളയ്ക്ക് പാരായണം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അധ്വാനിച്ചു വെച്ച
ഒന്നാം സ്ഥാനത്തിന് അർഹനായ ഉമറിന് 1,11,111 രൂപയുടെ ക്യാഷ് അവാർഡും ട്രോഫിയും പ്രശസ്തിപത്രവും സമ്മാനമായി ലഭിച്ചു. ചടങ്ങിൽ വച്ച് അറബ് പാരമ്പര്യത്തിന്റെ അടയാളമായ വിഷ് തണിയിച്ച് ഉമറിനെ പ്രത്യേകമായി ആദരിച്ചു. മംഗലാപുരം ഖാളി ത്വാഗ അഹമ്മദ് മുസ്ലിയാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അബ്ദുൾ ഷക്കീൽ, കർണാടക ഗവൺമെന്റിലെ പ്രമുഖ പ്രതിനിധികൾ, ഇഫ്തിഖാർ അലി സാഹിബ് തുടങ്ങി രാഷ്ട്രീയ, സാമൂഹിക, ബിസിനസ് രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കുകയും വിജയിയെ അഭിനന്ദിക്കുകയും ചെയ്തു. കാസർഗോഡ് പട്ല മഷ്രിഖുൽ ഉലൂം തഹ്ഫീളുൽ ഖുർആൻ കോളേജിൽ ഹാഫിൾ സ്വാലിഖ് സഖാഫി പാടലിടുക്കിയുടെ കീഴിൽ പഠനം നടത്തിവരികയാണ് ഉമർ മുക്താർ. ഉമറിന്റെ ഈ നേട്ടം സ്ഥാപനത്തിന് വലിയ അഭിമാനമായി. ഓൾ ഇന്ത്യ ലെവലിലുള്ള ഖുർആൻ ഫെസ്റ്റിൽ 2000-ഓളം വരുന്ന കുട്ടികളോട് മാറ്റുരച്ചിട്ട് 1-ാം സ്ഥാനം നേടി. അൽഹംദുലില്ലാ, നമുക്ക് അഭിമാനമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് കിട്ടിയ സമ്മാനങ്ങളാട്ടോ. ഡോക്ടർ അബ്ദുൽ ഷക്കീൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന മാംഗ്ലൂര് വളരെ സ്തുത്യർഹമായ പ്രവർത്തനങ്ങളൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിരുന്നു ഖുർആൻ ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. നമുക്കേറെ അഭിമാനമാണ്. അൽഹംദുലില്ലാ. അപ്പം ഇത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി മോണിറ്ററി ഗെയിൻ, നമുക്ക് ആ ഒരു പേയ്മെന്റിന്റെ കാര്യങ്ങളല്ല, ഇതിന്റെ ഒരു കൾച്ചറൽ വാല്യൂ, നമുക്ക് അഭിമാനം നമ്മുടെ സ്ഥാപനത്തിന്. അപ്പം മഷ്രിഖുൽ ഉലൂമിന്റെ പുതിയ ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് പ്രതിബദ്ധരായ കുട്ടികൾ വളർന്നു വരികയാണ്. ജസ്റ്റ് ഒരു വീക്ക് മുമ്പായിരുന്നു സംസ്ഥാനതല സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് നമ്മുടെ മുഹമ്മദ് ഹമ്മാദ് എന്ന് പറയുന്ന ഒരു കുഞ്ഞിന് കിട്ടിയത്. ഇന്ന് ഹാഫിൾ ഉമർ മുഖ്താർ 1-ാം സ്ഥാനം നാഷണൽ ലെവൽ കോമ്പറ്റീഷനിൽ കരസ്ഥമാക്കിയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡിന്റെ ചികിത്സാ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരമായി എയിംസ് സ്ഥാപിക്കണമെന്ന ജനകീയ ആവശ്യം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ ഫെബ്രുവരി 2-3 തീയതികളിൽ വിപുലമായ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നു. പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമൻ ജാഥയുടെ ഉദ്ഘാടനം മുളിയാറിൽ നിർവഹിക്കും. ജില്ലയിലെ പ്രമുഖ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കൾ ജാഥയ്ക്ക് നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് അസംബ്ലി നിയോജക മണ്ഡലത്തിലും ഇഷ്ടം പോലെ അതിൻ്റെയൊക്കെ കണക്ക് ഞങ്ങളുടെ അടുത്തുണ്ട്. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അങ്ങനെ 5 നിയോജക മണ്ഡലത്തിലും എല്ലാം കൂടിയിട്ട് 25,000 ഏക്കർ ഭൂമിയുള്ള, റവന്യൂ ഭൂമിയുള്ള ഈ ജില്ലയെ ഒഴിവാക്കിക്കൊണ്ട് പൊന്നും വില കൊടുത്ത് കോഴിക്കോട് കിനാലൂരിൽ ഈ എയിംസ് കൊണ്ടുവരാൻ ആരാണ് ശ്രമിക്കുന്നത് എന്നൊന്നും ഞങ്ങളിവിടെ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ ശ്രമങ്ങൾ നടക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഞങ്ങൾ ക്യാബിനറ്റ് ഡിസിഷൻ എടുത്തിട്ടുണ്ട്, അത് ഞങ്ങൾ കോഴിക്കോട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇത് അനീതിയല്ലേ? ഇതാണ് ചോദിക്കുന്നത്. നമ്മുടെ പ്രശ്നം, നമ്മളൊക്കെ ഭയങ്കര ഡീസൻ്റ് ആളുകളാണ്. കാസർഗോട്ടുകാരെന്ന് പറഞ്ഞാൽ സ്നേഹസമ്പന്നരും, മറ്റുള്ളവരെ വെറുപ്പിക്കാൻ ഇഷ്ടമില്ലാത്തവരും, മറ്റുള്ളവരെ പണക്കാൻ താല്പര്യമില്ലാത്തവരുമാണ്. നമ്മളൊക്കെ വളരെ സെൻസിറ്റീവാണ്, വളരെ ഡീസൻ്റാണ്, മാന്യന്മാരായ ആളുകളാണ്. നമ്മൾ സമരം ചെയ്താൽ തന്നെ അതിന് ഒരു വേണ്ടത്ര ശൗര്യം വേണ്ടത്ര പലപ്പോഴും കാണാറില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിലെ ഒച്ച ശബ്ദം വേണ്ടത്ര മുടങ്ങി കേൾക്കാത്തത് കൊണ്ടല്ലേ നമ്മൾ തഴയപ്പെട്ടു പോകുന്നത് എന്ന ഒരു ചോദ്യമുണ്ട്. അതുപോലെ എനിക്ക് പറയാനുള്ളത് എൻഡോസൾഫാൻ മാത്രമല്ല, കഴിഞ്ഞ കോവിഡ് മഹാമാരിയുടെ കാലത്ത് നിങ്ങളൊക്കെ എഴുതി തഴമ്പിച്ചു പോയത് 22 വിലപ്പെട്ട ജീവനുകൾ നമ്മുടെ ബോർഡറിൽ നഷ്ടപ്പെട്ടു പോയി. തലപ്പാടിയിൽ മണ്ണ് കുന്നുകൂട്ടി റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് എത്രയോ രോഗികൾ അവിടെ പടഞ്ഞു മരിച്ചു. എക്സ്പേർട്ട് ചികിത്സ കിട്ടാതെ എത്രയോ ആളുകൾ അവിടെ മരിച്ചു പോയിട്ടുണ്ട്. തൃക്കരിപ്പൂർ കഴിഞ്ഞ് അങ്ങോട്ട് കാലിക്കടവിലെത്തിക്കഴിയുമ്പോൾ അവിടെയും വലിയ ഉയരത്തിൽ അല്ലെങ്കിൽ വലിയ മലയുടെ ഉയരത്തിലൊക്കെ വലിയ ഗേഡറുകൾ വെച്ച് നമ്മളവിടെ തടസ്സപ്പെടുത്തി ഏതോ വിദേശ പാകിസ്ഥാനിൽ നിന്ന് പോകുന്ന പോലെയാണ് കാസർഗോഡ് ജില്ലക്കാരെന്ന് കണ്ടത്. അങ്ങനെ 22 ജീവനുകൾ നഷ്ടപ്പെട്ടു പോയൊരു ജില്ലയാണ്. ഈ ജില്ലയിൽ ചികിത്സാ സൗകര്യം വേണ്ടേ? ആ ചികിത്സാ സൗകര്യം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നത്, ഒരു സംശയം വേണ്ട, മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ കടക്കുന്നില്ല കേട്ടോ, അത് പിന്നെ സംസാരിക്കുമ്പോൾ അതിന് കുറേ സമയം വേണ്ടി വരും. ഞാനിപ്പോൾ പറഞ്ഞ എയിംസിൻ്റെ കാര്യമാണ്. എയിംസ് കാസർഗോഡ് ആരംഭിക്കാൻ ഇഷ്ടം പോലെ ഭൂമിയുണ്ട്, 25,000 ഏക്കർ ഭൂമിയുണ്ട്. ഇത് വന്നു കഴിഞ്ഞാലുള്ള ഗുണം നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഡൽഹിയിൽ, ഇന്ത്യയിൽ ആദ്യം എയിംസ് ആരംഭിച്ചത് ഡൽഹിയിലാണല്ലോ, ജവഹർലാൽ നെഹ്റുവാണ് ആരംഭിച്ചത്. ആ ആശുപത്രി, എൻ്റെ മകൻ അവിടെയാണ് MDക്ക് പഠിച്ചത്. അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാം. ഞാനവിടെ താമസിച്ചിട്ട് എൻ്റെ കൂടെ ഹോസ്റ്റലിൽ കിടന്നുറങ്ങിയ ഒരാളാണ്. അവിടെ 100-ലധികം ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ആ 100-ലധികം ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ജനിതക വൈകല്യം മൂലം ജീവിതം ഹോമിക്കപ്പെട്ട എത്രയോ ആളുകൾ
എൻഡോസൾഫാൻ രോഗികൾ വരെയുണ്ട്. അത്തരം രോഗികളെ പരിചരിക്കുവാനും ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ എയിംസിലുണ്ട്. അവിടെ മാത്രമേ അതുള്ളൂ. സ്റ്റേറ്റിലിപ്പോൾ കേരളത്തിൽ 28 സ്റ്റേറ്റ്, കേരളത്തിൽ ഇന്ത്യയിൽ 28 സ്റ്റേറ്റിൽ ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് നെറ്റ് നോക്കിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നോക്കിയപ്പോൾ 22 സംസ്ഥാനങ്ങളിൽ ഓൾറെഡി എയിംസ് വന്നു കഴിഞ്ഞു. ചെന്നൈയിലൊക്കെ അത് വരാൻ പോകുന്നു. കർണാടകയിൽ വന്നിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന തമിഴ്നാടിനും കർണാടകക്കും എല്ലാം ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ എത്തിപ്പെടാൻ സാധിക്കുന്ന ജില്ലയാണ് കാസർഗോഡ് ജില്ല. അത് നേരെ പോകുന്നത് പെർളയിലാണ്. പെർളയിൽ നിന്നും മഞ്ചേശ്വരത്തേക്ക് പോയി, അങ്ങനെ മഞ്ചേശ്വരം വഴി വന്ന് കുമ്പള വഴി വന്ന് അങ്ങനെയുള്ള ഒരു 20ഓളം സ്വീകരണ കേന്ദ്രങ്ങളുണ്ട്. അവിടെയൊക്കെ പ്രമുഖരായ ആളുകൾ ഇതിൽ സംബന്ധിക്കും. അവർ പരിപാടിയിൽ സംബന്ധിച്ച് സംസാരിക്കും, പ്രസംഗിക്കും, ഉദ്ഘാടനം ചെയ്യും. അങ്ങനെ 2 ദിവസം കൊണ്ട് ജില്ലയിലെ മനസാക്ഷിയെ ഒന്നുകൂടി തൊട്ടുണർത്തുക എന്ന ലക്ഷ്യമാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതിന് പരമാവധി നിങ്ങൾ സഹായിക്കണം, സഹകരിക്കണം. ഓൺലൈനിനേക്കാളും ഓൺലൈൻ ഒരു ഭാഗത്തുണ്ടല്ലോ. നമ്മുടെ ഈ കമ്മിറ്റി ആഗ്രഹിക്കുന്നത് പ്രധാനമായിട്ടും പ്രിൻ്റ്, ദൃശ്യ മാധ്യമങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സഹകരണം ഉണ്ടെങ്കിൽ ഇത് നമുക്കൊരു വലിയ വിജയമാക്കി മാറ്റാൻ സാധിക്കും. ജനകീയ സമരസമിതി ചെയർമാൻ ഡോക്ടർ ഖാദർ മാങ്ങാട്, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്, ജനറൽ കൺവീനർ ശ്രീനാഥ് ശശി TCV, എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം, ട്രഷറർ സലീം ചൌക്കി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിജേഷ് പാണത്തൂർ കഥയെഴുതി സംവിധാനം ചെയ്ത പ്രകമ്പനം നിറഞ്ഞ സദസ്സിൽ തിയേറ്ററിൽ പ്രദർശനം ആരംഭിച്ചു. ഗണപതിയും സാഗർ സൂര്യയും പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രത്തിൽ കാസർഗോഡ് ജില്ലയിലെ കലാകാരന്മാരും അണിനിരക്കുന്നു. യുവ സംവിധായകൻ വിജേഷ് പാണത്തൂർ കഥയെഴുതി സംവിധാനം ചെയ്ത പ്രകമ്പനം തിയേറ്ററുകളിലേക്ക്. ഗണപതിയും സാഗർ സൂര്യയും പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രം ഹൊറർ കോമഡി എന്റർടൈനറാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും വിദേശ രാഷ്ട്രങ്ങളിലുമായി 400ഓളം തിയേറ്ററുകളിലാണ് സിനിമ ഒരേ സമയം പ്രദർശനത്തിനെത്തിയത്. ഒരു ക്യാമ്പസും ഹോസ്റ്റൽ ജീവിതവുമാണ് പൂർണ്ണമായി ഹ്യൂമർ പശ്ചാത്തലത്തിലൂടെ ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത്. കോളേജ് കേന്ദ്രീകരിച്ചാണ് ഇതിന്റെ സ്ഥാനം. ക്യാമ്പസിൽ അരങ്ങേറുന്ന നിരവധി സംഭവങ്ങൾ നിറഞ്ഞ നർമ്മ മുഹൂർത്തത്തിലൂടെ അവതരിപ്പിക്കുന്ന ചിത്രമാണ് പ്രകമ്പനം. കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള കലാകാരന്മാരും ചിത്രത്തിൽ അണിനിരക്കുന്നു. കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡിലെ VGM മൾട്ടിപ്ലക്സിൽ ചിത്രത്തിന്റെ അഭിനേതാക്കൾ ആദ്യ പ്രദർശനം കാണാനെത്തി. എൻ്റെ പേര് ഷാന. ഞാൻ ഈ സിനിമയിൽ ബീന എന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. നല്ലൊരു സിനിമയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. ഇതെന്റെ 2ാമത്തെ സിനിമയാണ്. ആദ്യം ചെയ്തത് രേഖയാണ്, ഇത് പ്രകമ്പന 2ാമത്തെ. മിനി സ്ക്രീനിൽ ഒരുപാട് വർഷമായിട്ടുണ്ടെങ്കിലും ബിഗ് സ്ക്രീനിൽ നേരിട്ട് ഞാൻ എന്നെ കാണുന്നത് ഇന്നാണ്. കാരണം രേഖ അങ്ങനെ തിയേറ്ററിൽ വിജയമാകാത്തതുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റിയില്ല. പക്ഷെ പ്രകമ്പനത്തിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. വളരെയധികം സന്തോഷത്തിലാണ് ഇന്ന് കാഞ്ഞങ്ങാട് VGM തിയേറ്ററിൽ നിൽക്കുന്നത്. പ്രകമ്പനം സിനിമ കണ്ട് ഇറങ്ങിയതാണ്. 10:30 ഷോയാണ് ഞാൻ കണ്ടത്. ചിത്രം വളരെ നന്നായിട്ടുണ്ട്. ഗംഭീരമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് പ്രകമ്പനം. ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിലാണ് ഈ ചിത്രം നന്നായിട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഇതിൽ അഭിനയിച്ച എല്ലാ വ്യക്തികളും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു വേഷം ഞാൻ ചെയ്തിട്ടുണ്ട് പോലീസ് ഓഫീസറായിട്ട്. സ്ക്രിപ്റ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഒട്ടും ബോറടിപ്പിക്കാതെ ലാഗില്ലാതെ പോകുന്നൊരു സ്ക്രിപ്റ്റാണ്. ഫാമിലിക്ക് ഇഷ്ടപ്പെടും, അതേപോലെ ഒരു യൂത്തന്മാർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. അതേപോലെ തന്നെ ഇതിന്റെ ക്യാമറ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. അത്രയും ഗംഭീരമായിട്ടാണ് ഇത് ചെയ്തു വെച്ചേക്കുന്നത്. മലയാളത്തിൽ ഇറങ്ങിയ ഈ സിനിമ ഉടൻ തന്നെ കന്നഡ, തെലുങ്ക്, തമിഴ് എന്നീ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യും. ശ്രീജിത്ത് KS, കാർത്തികേയൻ S, സുധീഷ് N സിനിമയുടെ നിർമ്മാതാക്കളാണ്. ഇദ്ദേഹത്തിന്റെ ആദ്യ സിനിമയായ നദികളിൽ സുന്ദരി യമുന വൻ വിജയം നേടിയിരുന്നു. പ്രകമ്പനവും വൻ വിജയത്തിലേക്ക് എന്ന സൂചനയാണ് ആദ്യ ഷോ പിന്നിടുമ്പോൾ വ്യക്തമാകുന്നത്. നല്ല അടിപൊളി പടം കണ്ടു. സൂപ്പർ കോമഡി പടം, സൂപ്പർ ആക്ഷൻ. ഐ തിങ്ക് ന്യൂ ജനറേഷന് അടിപൊളിയായിട്ട് തോന്നുന്നു. നല്ല സിനിമയായിരുന്നു, നല്ലായിരുന്നു, കൊള്ളായിരുന്നു, ഇഷ്ടപ്പെട്ടു. ചിരിക്കാനുണ്ട്, നല്ല വൈബ് പടമാണ്. പിന്നെ എല്ലാവർക്കും കണ്ടിരിക്കാം. നമുക്ക് ഒരുപാട് ചിരിക്കെല്ലാം ചെയ്യുന്നില്ല. പിന്നെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പടമാണ്. സൂപ്പറുണ്ട് കേട്ടോ പടം. സൂപ്പർ, ഇന്നത്തെ തലമുറ കാണേണ്ടതാണ്, ഇഷ്ടപ്പെടും. പ്രകമ്പനം കണ്ടായിരുന്നു സിനിമ, നന്നായിട്ട് ആസ്വദിച്ചു. എൻ്റെ ഹസ്ബൻഡ് ഇതിൽ അഭിനയിച്ചിരുന്നു, നന്നായിട്ട്. ഷാന, ബീന കൊടക്കാട്, ശ്രീയ, കൃഷ്ണൻ കോളിച്ചാൽ, മുകേഷ്, OMR, ഉണ്ണിബാനം എന്നിവരും ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 15-16 തീയതികളിൽ കാസർഗോഡ് നടക്കും. ഇതിന്റെ പ്രചരണാർത്ഥം തയ്യാറാക്കിയ പോസ്റ്റർ പ്രകാശനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാറിന് പോസ്റ്റർ നൽകി പ്രകാശനം നിർവഹിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം 2026 ഫെബ്രുവരി 15-16 തീയതികളിൽ കാസർഗോഡ് നടക്കും. ഇതിന്റെ പ്രചരണാർത്ഥം തയ്യാറാക്കിയ പോസ്റ്റർ സാഹിത്യകാരൻ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാറിന് നൽകി പ്രകാശനം നിർവഹിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് ജില്ലാ അസോസിയേഷൻ ഭാഗമായിട്ടുള്ള ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പോസ്റ്റർ പ്രകാശനം നിർവഹിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ദൃശ്യമാധ്യമത്തിലൂടെ ലോകം സുവ്യക്തമായിട്ട് വാർത്തകൾ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ്. സത്യത്തെ ഏറ്റവും പെട്ടെന്ന് ലോകത്തെ എത്തിക്കുന്നു, മറ്റ് കാഴ്ച അനുഭവങ്ങൾ ലോകത്തെ എത്തിക്കുന്നു. ഒരു വ്യത്യസ്തമായ ഒരു അനുഭവ ലോകം നമുക്കിന്നുണ്ട്. സത്യാനന്തര കാലത്തെ സംബന്ധിച്ചിടത്തോളം സത്യം ഏതാണ് എന്ന് തിരിച്ചറിയാൻ ബന്ധപ്പെടുന്നൊരു കാലത്ത് ഈ ദൃശ്യമാധ്യമങ്ങൾ ചെയ്യുന്ന സേവനം വളരെ വലുതാണ്. അംബികാസുധൻ മാങ്ങാടിന്റെ കാഞ്ഞങ്ങാട് സൗത്തിലെ വസതിയിൽ നടന്ന ചടങ്ങിൽ COA സംസ്ഥാന സമിതി അംഗങ്ങളായ ഷുക്കൂർ കൊളിക്കര, M ലോഹിതാക്ഷൻ, സതീഷ് K പാക്കം, CCN ചെയർമാൻ K പ്രദീപ് കുമാർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തീയ സമുദായ അംഗങ്ങളുടെ പ്രവാസി കൂട്ടായ്മയായ ശക്തി UAE പാലക്കുന്നിൽ നിർമ്മിച്ച ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. സിനിമാ താരം മീനാക്ഷി അനൂപ് ചടങ്ങിൽ അതിഥിയായി എത്തുമെന്നും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നൃത്യങ്ങളും മെഗാ മ്യൂസിക്കൽ ലൈവ് ഷോയും ഉണ്ടാകുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 31-ാം തീയതിയാണ് ഞങ്ങളുടെ ഉദ്ഘാടനം. നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്കരനായ MLA ശ്രീ എച്ച് കുഞ്ഞുമ്പുവാണ് നമ്മുടെ ഉദ്ഘാടകൻ. നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ ബാലകൃഷ്ണൻ SP ആണ്. അതുകൂടാണ്ട് നമ്മുടെ സിനി ആർട്ടിസ്റ്റ് മീനാക്ഷിയാണ് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഒരു വർഷം കൊണ്ട് ഞങ്ങൾ ഈ ഓഫീസ് ഉണ്ടാക്കി. അതിൽ 100% ചാരിറ്റിയാണ് ഞങ്ങളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനു മുമ്പ് ചെയ്തതും അങ്ങനെ തന്നെ. നമ്മുടെ പ്രകൃതി ദുരന്തമുണ്ടായ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലോട്ടൊക്കെ ഞങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട്. അതുപോലെ ദുബായിൽ വിവിധ മേഖലകൾ കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾ പലവിധ വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് വിദ്യാഭ്യാസത്തിനായാലും. അതുപോലെ ഇതിനോടനുബന്ധിച്ച് ഞങ്ങൾ 2 വീടുകൾ കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഓഫീസും ഓഡിറ്റോറിയവും കടമുറികളും ഉൾപ്പെടുന്നതാണ് മന്ദിരം. പകൽ 3-ന് CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്യും. നടി മീനാക്ഷി അനൂപ് അതിഥിയായെത്തും. തുടർന്ന് നൃത്യങ്ങളും മെഗാ മ്യൂസിക്കൽ ലൈവ് ഷോയും ഉണ്ടാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. BVK ബാബു, സുരേഷ് കാശി, KV വിജയകുമാർ, അച്യുതൻ പള്ളം, കുഞ്ഞിരാമൻ ചുള്ളി, ഉണ്ണികൃഷ്ണൻ ചീമേനി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരളത്തിലും കർണാടകയിലുമായി അരനൂറ്റാണ്ടുകാലം ആത്മീയ മേഖലയിൽ ജ്വലിച്ചിരുന്ന പ്രമുഖ പണ്ഡിതനും സൂഫി വര്യനുമായ ഷെയ്ഖുന അഡ്യാർ കണ്ണൂർ മുഹമ്മദ് മുസ്ലിയാർ 37ാം ആണ്ടനുസ്മരണവും ഏകദിന പ്രഭാഷണവും ഫെബ്രുവരി 11-ന് ബുധനാഴ്ച 7 മണിക്ക് ബീജന്തടുക്കയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. BS അബ്ദുള്ള കുഞ്ഞി ഫൈസി ഉദ്ഘാടനം ചെയ്യും. അലവി ഹനീഫ അധ്യക്ഷത വഹിക്കും. മുഹമ്മദ് ഹനീഫ് നിസാമി മൊഗ്രാൽ അനുസ്മരണ പ്രഭാഷണവും സിറാജുദ്ദീൻ സഖാഫി കന്യാന മുഖ്യപ്രഭാഷണവും കൂട്ടുപ്രാർത്ഥനയും നടത്തും. ആയിരങ്ങൾക്ക് അന്നദാനത്തോടെ പരിപാടി സമാപിക്കും. അതിനോടനുബന്ധിച്ച് ഫെബ്രുവരി 1-ന് ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ബീഞ്ചത്തടുക്ക മർഹൂം അഡ്യാർ കണ്ണൂർ ഉസ്താദ് നഗറിൽ വെച്ച് അഡ്യാർ കണ്ണൂർ ഉസ്താദ് ചാരിറ്റിയുടെയും ഒമേഗ ഹോസ്പിറ്റൽ മംഗളൂരു ഹാർട്ട് സ്കാൻ ഫൗണ്ടേഷൻ എന്നിവയുടെ സഹകരണത്തോടെ സൗജന്യ ഹൃദ്രോഗ പരിശോധന, പ്രമേഹ പരിശോധന ക്യാമ്പും നടക്കും. ഒമേഗ ഹോസ്പിറ്റലിലെ സീനിയർ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ മുകുന്ദ് കെയുടെയും കൂടാതെ വിദഗ്ധരായ ഡോക്ടർ യാജ്നിക് മുകുന്ദ്,
ഡോക്ടർ മേഘന, ഡോക്ടർ അഭിജിത്ത് എന്നിവരടങ്ങുന്ന സംഘം പങ്കെടുക്കുകയും ക്യാമ്പിലെത്തുന്നവരെ പരിശോധിക്കുകയും ചെയ്യും. ക്യാമ്പിൽ BP ടെസ്റ്റ്, ഷുഗർ ടെസ്റ്റ് എന്നിവ സൗജന്യമായിരിക്കും. കൂടാതെ ഹൃദ്രോഗ വിദഗ്ധരുടെ പരിശോധനയും ഹൃദ്രോഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും നൽകും. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് കൂടുതൽ ചികിത്സ ആവശ്യമാണെങ്കിൽ ഒമേഗ ഹോസ്പിറ്റൽ മംഗളൂരു ഹാർട്ട് സ്കാൻ ഫൗണ്ടേഷൻ എന്നിവിടങ്ങളിൽ ഇളവ് നിരക്കിൽ ചികിത്സ നൽകുന്നതാണ്. ഒമേഗ ഹോസ്പിറ്റലിൽ സർക്കാർ പദ്ധതികളായ PMJAY, ECHS ഇൻഷുറൻസ് സൗകര്യങ്ങളുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വിജയദുർഗ കേരളത്തിലും കർണാടകയിലുമായി അരനൂറ്റാണ്ട് കാലം ആത്മീയ മേഖലയിൽ ജ്വലിച്ചിരുന്ന പ്രമുഖ പണ്ഡിതനും സൂഫി വര്യനുമായ ഷെയ്ഖുന അഡിയാർ കണ്ണൂർ മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സർവ്വ അവരുടെ 37ാം ആണ്ടനുസ്മരണവും ഏകദിന മതപ്രഭാഷണവും നടക്കും. അലവി ഹനീഫിയുടെ അധ്യക്ഷതയിൽ BS അബ്ദുള്ള കുഞ്ഞി ഫൈസി ഉദ്ഘാടനം ചെയ്യും. മുഹമ്മദ് ഹനീഫ് നിസാമി മുഗ്രാൽ അനുസ്മരണ പ്രഭാഷണവും സിറാജുദ്ദീൻ സഖാഫി കന്യാന മുഖ്യ പ്രഭാഷണവും കൂട്ടുപ്രാർത്ഥനയും നടത്തും. ആയിരങ്ങൾക്ക് അന്നദാനത്തോടെ സമാപിക്കും. അതിനോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം അഡിയാർ കണ്ണൂർ ഉസ്താദ് ചാരിറ്റിയുടെയും ഒമേഗ ഹോസ്പിറ്റൽ മംഗളൂരു ഹാർട്ട് സ്കാൻ ഫൗണ്ടേഷൻ എന്നിവയുടെയും സഹകരണത്തോടെ സൗജന്യ ഹൃദ്രോഗ പരിശോധന, പ്രമേയ രോഗ പരിശോധന രണ്ടും ഉണ്ടാവും. ക്യാമ്പ് നടത്തും. 1/2/2026 ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ബിയന്തെടുക്ക മർഹൂം അഡിയാർ കണ്ണൂർ ഉസ്താദ് നഗറിൽ നടക്കും. ഒമേഗ ഹോസ്പിറ്റലിലെ സീനിയർ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ മുകുന്ദ് കെയുടെയും കൂടാതെ വിദഗ്ധരായ ഡോക്ടർ യാജ്നിക് മുകുന്ദ്, ഡോക്ടർ മേഘന, ഡോക്ടർ അജിത്ത് എന്നിവരടങ്ങുന്ന സംഘം പങ്കെടുക്കുകയും ക്യാമ്പിലെത്തുന്നവരെ പരിശോധിക്കുകയും ചെയ്യും. അലവി അനീഫി ബീഞ്ചത്തെടുക്ക, അബ്ദുൽ ഖാദർ അമാനി, ഷംഷാദ് ഹിമമി, ഷാഫി BI, ഹനീഫ് BP, റസാഖ് BI, മുഹമ്മദ് അലി പെർഡാല, ഒമേഗ ഹോസ്പിറ്റൽ PRO T നാഗരാജ്, മംഗളൂരു ഹാർട്ട് സ്കാൻ ഫൗണ്ടേഷൻ PRO ബാലകൃഷ്ണ മുട്ടം, പ്രസിഡന്റ് അഡിയാർ കണ്ണൂർ ഉസ്താദ് ചാരിറ്റി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുഹിമ്മാത്ത് അഹ്ദൽ ഉറൂസ് സനദ്ദാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മുഹിമ്മാത്ത് ഹജ്ജ് ക്യാമ്പ് ശ്രദ്ധേയമായി. 500ഓളം ഹജ്ജ് തീർത്ഥാടകരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം സൗകര്യം ഏർപ്പെടുത്തിയ ക്യാമ്പിൽ പ്രാക്ടിക്കൽ ക്ലാസും നടന്നു. മുഹിമ്മാത്ത് അഹ്ദൽ ഉറൂസിന്റെ ഭാഗമായി തൽബിയത്തിന്റെ മന്ത്രധ്വനികളുമായി മുഹിമ്മാത്ത് ഹജ്ജ് ക്യാമ്പ് സംഘടിപ്പിച്ചു. 500ഓളം ഹജ്ജ് തീർത്ഥാടകരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയ ക്യാമ്പിൽ പ്രാക്ടിക്കൽ ക്ലാസും നടന്നു. ജനറൽ സെക്രട്ടറി BS അബ്ദുള്ള കുഞ്ഞി ഫൈസി ഉദ്ഘാടനം ചെയ്തു. മുഹിമ്മാത്ത് ഉപാധ്യക്ഷൻ സയ്യിദ് ഇബ്രാഹിം ഹാദി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. ജനറൽ മാനേജർ ഉമർ സഖാഫി കർണൂർ ആമുഖ പ്രഭാഷണം നടത്തി. ഹജ്ജ് പഠന ക്യാമ്പിന് അബ്ദുൽ കരീം സഖാഫി ഇടുക്കി നേതൃത്വം നൽകി. അബ്ദുറഹ്മാൻ അഹ്സനി, ഹസൈനാർ ഫൈസി, MP അബ്ദുള്ള ഫൈസി നെക്രാജെ, ഇബ്രാഹിം ഫൈസി പുളിക്കൂർ, CM മൊയ്തു ഹാജി, റഹ്മാനിയ ഖാദർ ഹാജി, ഹാജി അമീർ അലി ചൂരി, ഉമർ അന്നടുക്ക തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട്ട് സെഞ്ച്വറി വെഡ്ഡിംഗ് സെന്റർ പ്രവർത്തനമാരംഭിച്ചു. നഗരസഭാ അധ്യക്ഷൻ VV രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ, ശ്രീകണ്ഠാപുരം, ഇരിട്ടി, തലശ്ശേരി, മാനന്തവാടി, ബത്തേരി എന്നിവിടങ്ങളിലും സെഞ്ച്വറിക്ക് ഷോറൂമുകളുണ്ട്. 1,00,000 സ്ക്വയർ ഫീറ്റിൽ വടക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഫാഷൻ ഷോറൂമായ സെഞ്ച്വറി വെഡിംഗ് സെന്റർ കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം ആരംഭിച്ചു. 4 പതിറ്റാണ്ടിലേറെ ഫാഷൻ രംഗത്തെ അനുഭവ സമ്പത്തും പാരമ്പര്യത്തിന്റെ വിശ്വാസ്യതയുമാണ് വടക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂമായ സെഞ്ച്വറി വെഡിംഗ് സെന്ററിൽ എല്ലാവിധ ബ്രൈഡൽ ഫാഷനുകൾ, വെഡിംഗ് സാരികൾ, ലഹങ്കകൾ എന്നിവയുടെ എക്സ്ക്ലൂസീവ് കളക്ഷനുകൾ, മെൻസ് വെഡിംഗ്, കാഷ്വൽ, പാർട്ടി വെയറുകൾ, സ്പെഷ്യൽ കിഡ്സ് വെയർ, ഡെയിലി വെയർ, ഫാൻസി, ഫുഡ് വെയർ എന്നിവയുടെ പ്രത്യേക സെക്ഷന്റെ അതിവിപുലമായ ശേഖരവും ഒരുക്കിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് സെഞ്ച്വറി വെഡിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ VV രമേശൻ നിർവഹിച്ചു. കാഞ്ഞങ്ങാടിന് പുതുമയേകാൻ പുതുവർഷം പുതുനഗരം കാഞ്ഞങ്ങാടിനെ ടെക്സ്റ്റൈൽ മേഖലയിൽ ഉത്തര മലബാറിലെ ഏറ്റവും മികച്ച ടെക്സ്റ്റൈൽ ഷോറൂം എന്ന് വിശേഷിപ്പിക്കാവുന്ന, ഏറ്റവും സൗകര്യമുള്ള ടെക്സ്റ്റൈൽ ഷോറൂം എന്ന് വിശേഷിപ്പിക്കാവുന്ന വസ്ത്രാലയം കാഞ്ഞങ്ങാട് എത്തിയിരിക്കുകയാണ്. കാഞ്ഞങ്ങാടിന് ഇന്ന് സെഞ്ച്വറി അടിച്ചിരിക്കുകയാണ്. കാഞ്ഞങ്ങാട്
വസ്ത്രവ്യാപാര മേഖലയിൽ രാജാക്കന്മാരെന്ന് വിശേഷിപ്പിക്കാവുന്ന സെഞ്ചുറിയാണ് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് എത്തിയിരിക്കുന്നത്. ബ്രൈഡൽ സെക്ഷൻ ഉദ്ഘാടനം കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം നിർവഹിച്ചു. ജെൻ സെക്ഷന്റെ ഉദ്ഘാടനം ഇന്ത്യൻ ടീം ഫുട്ബോൾ താരം മുഹമ്മദ് റാഫി നിർവഹിച്ചു. ലഹങ്ക സെക്ഷന്റെ ഉദ്ഘാടനം ML അശ്വിനി നിർവഹിച്ചു. കിഡ്സ് സെക്ഷന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായ സമിതി ഏരിയ സെക്രട്ടറി KV ദിനേശൻ നിർവഹിച്ചു. ഏറ്റവും പുതിയ ഏറ്റവും ഗുണമേന്മയുള്ള ഫാഷൻ വസ്ത്രങ്ങൾ ഏറ്റവും മിതമായ വിലയിൽ ആരുടെയും ബഡ്ജറ്റിനൊതുങ്ങുന്ന വിലയിൽ ലഭിക്കും. 500ഓളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. പാർട്ട്ണർമാരായ P അഷ്റഫ് ഹാജി, P സിദ്ദീഖ്, P ഇബ്രാഹിം, P അബ്ദുൾ നാസർ, P ഫിറോസ്, P ഫൈസൽ, P അബ്ദുൾ റഷീദ്, KT സലാം, P റാഷിഖ്, മുഹമ്മദ് ഷൈലാജ്, ഫറാസ് മുഹമ്മദ്, ഷാഹിഫ് സിദ്ദീഖ് എടക്കാവിൽ, അബ്ദുൾ ഹമീദ്, സിനാസ് നാസർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കണ്ണൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ, ശ്രീകണ്ഠാപുരം, ഇരിട്ടി, തലശ്ശേരി, മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്നിവിടങ്ങളിൽ സെഞ്ചുറിയുടെ ഷോറൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജനുവരി 5, 6 തീയതികളിലായി എതിർത്തോട് വെച്ച് നടന്ന കാസർഗോഡ് ജില്ലാതല അൽബിർ കിഡ്സ് ഫെസ്റ്റിന്റെ വിജയാഘോഷം നടത്തി. പ്രൈമറി വിഭാഗത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയുടെ കീഴിലുള്ള YMK മെമ്മോറിയൽ അൽബിർ സ്കൂൾ മാവിനകട്ട, അൽബിർ സ്കൂൾ എതിർത്തോട്, ഷംസുൽ ഉലമ അൽബിർ സ്കൂൾ ബേർക്ക, ചെർക്കള തുടങ്ങിയ 3 സ്കൂളുകളുടെയും വിജയാഘോഷമാണ് സംയുക്തമായി സംഘടിപ്പിച്ചത്. കാസർഗോഡ് ജില്ലാതല അൽബിർ കിഡ്സ് ഫെസ്റ്റിൽ പ്രൈമറി വിഭാഗത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയുടെ കീഴിലുള്ള YMK മെമ്മോറിയൽ അൽബിർ സ്കൂൾ മാവിനകട്ട, അൽബിർ സ്കൂൾ എതിർത്തോട്, ഷംസുൽ ഉലമ അൽബിർ സ്കൂൾ ബേർക്ക, ചിർക്കള തുടങ്ങിയ 3 സ്കൂളുകളുടെയും വിജയാഘോഷം സംഘടിപ്പിച്ചു. അതോടൊപ്പം അക്കാദമിയുടെ വർഷത്തിൽ നടത്തിവരാറുള്ള പാരന്റിംഗ് ക്ലാസും സംഘടിപ്പിച്ചു. മാവിനകട്ടയിൽ വെച്ച് നടന്ന പരിപാടിയിൽ എതിർത്തോട് ഖത്തീബ് അബ്ദുൽ നാസർ യമാനി പ്രാർത്ഥന നിർവഹിച്ചു. സയ്യിദ് ഫസൽ കോയമ്മത്തങ്ങൾ അൽബുഖാരി കുന്നുങ്കൈ ഉദ്ഘാടനം ചെയ്തു. 2ാം സ്ഥാനമടക്കമുള്ള ഈ വിജയം അക്കാദമിക്ക് അഭിമാന നേട്ടമാണെന്നും മാനേജ്മെന്റിന്റെയും അധ്യാപികമാരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ ശ്രമത്തെയും അഭിനന്ദിച്ച് സംസാരിച്ചു. അക്കാദമി ചെയർമാൻ E അബ്ദുള്ള കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. അൽബിർ ജില്ലാ കോർഡിനേറ്റർ ജാബിർ ഹുദവി ചാനടുക്കം ഫെസ്റ്റ് അവലോകനം നടത്തി. ബദിയടുക്ക സബ് ഇൻസ്പെക്ടർ സവ്യ സാജി മുഖ്യാതിഥിയായി. പാരന്റിംഗ് ക്ലാസ്സിന് അൽബിർ സ്റ്റേറ്റ് ട്രെയിനർ ഫൈസൽ ഹുദവി പരതക്കാട് നേതൃത്വം നൽകി. ഫാറൂഖ് ജുമാ മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികളായ ഉംബു ഹാജി, മുഹമ്മദ്, MM മുസ്തഫ, അബൂബക്കർ മിത്തടി, N മൊയ്തീൻ കുഞ്ഞി, KN ബഡുവൻ കുഞ്ഞി, ഹസൻ, ഹസൈനാർ ഹനീഫ്, അക്കാദമിക് കോർഡിനേറ്റർ ഹാഫിസ് സവാദ് വാഫി, മൂസ, കരീം, ഖലീൽ, ബഷീർ തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. അധ്യാപികമാരും രക്ഷിതാക്കളും പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. JCI വിദ്യാനഗർ റോഡ് സേഫ്റ്റി ഫോർട്ട് നൈറ്റ് സംഘടിപ്പിച്ചു. SPC ATNO തമ്പാൻ T ഉദ്ഘാടനം ചെയ്തു. റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള ബോധവൽക്കരണം സൃഷ്ടിക്കുക, സുരക്ഷിതമായ ഡ്രൈവിംഗ് ശീലങ്ങൾ ഉണ്ടാക്കുക, അപകടങ്ങൾ ഒഴിവാക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി യാത്രക്കാരുടെ മുന്നിലേക്ക് നേരിട്ടിറങ്ങി JCI വിദ്യാനഗറും നായന്മാർമുല TIHSSലെ SPC യൂണിറ്റും. റോഡ് സേഫ്റ്റി ഫോർട്ട് നൈറ്റ് എന്ന പേരിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ യാത്രക്കാരായ ആളുകൾക്ക് ബോധവൽക്കരണവും ട്രാഫിക് നിയമങ്ങളെ പാലിക്കപ്പെടേണ്ട ആവശ്യകതയെ മുൻനിർത്തിക്കൊണ്ട് റാലിയും സംഘടിപ്പിച്ചു. SPC ATNO തമ്പാൻ T ഉദ്ഘാടനം ചെയ്തു. JCI വിദ്യാനഗർ പ്രസിഡന്റ് അനീഷ് R അധ്യക്ഷത വഹിച്ചു. സോൺ വൈസ് പ്രസിഡന്റ് റാഷിദ് KH, SPC കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ഇല്യാസ് AA, ശരണ്യ നാരായണൻ, ശ്രീമ P എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം ഡയറക്ടർ ഭവീഷ് കുമാർ സ്വാഗതവും ട്രഷറർ ദിവ്യ സുനിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് ഞെട്ടിപ്പിക്കുന്ന തീരുമാനവുമായി SDPI സ്ഥാനാർത്ഥിയെ നിർത്തും. ടോൾ പിരിവ് സമരത്തിൽ AKM അഷ്റഫ് MLA നടത്തുന്നത് രാഷ്ട്രീയ നാടകമെന്നും SDPI. ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഖിറാഅത്ത് മത്സരത്തിൽ കാസർഗോട്ടെ BM ഉമർ മുഖ്താറിന് 1ാം സ്ഥാനം. 2200ഓളം മത്സരാർത്ഥികളോട് മത്സരിച്ചാണ് ഉമർ ഉജ്ജ്വല വിജയം നേടിയത്. കാസർഗോഡ് എയിംസ് സ്ഥാപിക്കണമെന്ന ആവശ്യം എയിംസ് കാസർഗോഡ് ജനകീയ കൂട്ടായ്മ ശക്തമാക്കുന്നു. 2, 3 തീയതികളിൽ വിപുലമായ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കും.
പ്രകമ്പനം നിറഞ്ഞ സദസ്സിൽ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചു. ഗണപതിയും സാഗർ സൂര്യയും പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രത്തിൽ കാസർഗോട്ടെ കലാകാരന്മാരും അണിനിരക്കുന്നു. COA കാസർഗോഡ് ജില്ലാ സമ്മേളനം ഫെബ്രുവരി 15-16 തീയതികളിൽ കാസർഗോട്ട് നടക്കും. പോസ്റ്റർ പ്രകാശനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. പ്രവാസി കൂട്ടായ്മയായ ശക്തി UAE പാലക്കുന്നിൽ നിർമ്മിച്ച ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച. സിനിമാ താരം മീനാക്ഷി അനൂപ് ചടങ്ങിൽ അതിഥിയായി എത്തും. മുഹിമ്മാത്ത് അഹ്ദൽ ഉറൂസ് സനദ് ദാന സമ്മേളനം ഹജ്ജ് ക്യാമ്പ് ശ്രദ്ധേയമായി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.